ആത്മവിശ്വാസത്തോടെ, സമചിത്തതയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ ഈ പരീക്ഷാകാലത്തെ ഒരാഘോഷമായി നേരിടുക. നിങ്ങളുടെ മുന്നിലിരിക്കുന്നതൊരു കടലാസല്ലെന്നും നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് നിങ്ങളുടെ പ്രതിഭ തെളിയിക്കാൻ കഴിയുന്ന ഒരു മൈതാനമാണെന്നും നിങ്ങൾ കരുതുക. ആ മൈതാനത്ത് നിങ്ങൾ നിർഭയം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളും ഇഷ്ടപ്പെട്ട ഉത്തരങ്ങളും നിങ്ങൾക്കറിയാവുന്നവയെല്ലാം വളരെ സർഗാത്മകതയോടെ പകർത്തിവെക്കുക. ഇനി രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. കുട്ടികൾ പരീക്ഷ എഴുതട്ടെ, അതിൻ്റെ റിസൾട്ട് ലോകാവസാനമായി കണക്കാക്കല്ലേ. ഏതു കുട്ടിക്കും ഏതെങ്കിലും ഒരു കഴിവുണ്ടാവും, എന്തെങ്കിലും ഒരു കഴിവ്. അത് കണ്ടെത്താനുള്ള ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ടായാൽ മതി. അത് പതിവ് രീതികളൊന്നും ആയിരിക്കണമെന്നില്ല. അതൊരു ഇൻ്റർനാഷണൽ ഷെഫാകുന്നതോ, ഗെയിം ഡെവലപ്പർ ആകുന്നതോ, ഒരു ഫാഷൻ ഡിസൈനർ ആകുന്നതോ, ഒരു വ്ളോഗർ ആവുന്നതോ, ഒരു റീൽസ് ഇടുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആകുന്നതോ, അങ്ങനെ എന്തുമാകാം. അനന്ത സാധ്യതകളാണ് നമ്മുടെ കുട്ടികളുടെ വിരൽത്തുമ്പിലുള്ളത്. താല്പര്യമുള്ളിടത്തേക്ക് അവർ വണ്ടി വിടാൻ ഒരുങ്ങുമ്പോൾ നിറമനസ്സോടെ പച്ചക്കുടി കാണിക്കുക. ഓർമ്മിക്കുക, പാതിയിൽ പഠനം അവസാനിപ്പിച്ച AR റഹ്മാനെ നിർബന്ധിച്ച് പഠിപ്പിച്ചിരുന്നെങ്കിൽ ലോകമറിയുന്ന സംഗീത മാന്ത്രികനെ നമുക്ക് ലഭിക്കുമായിരുന്നോ എന്നതാണ് ചോദ്യം. ബാറ്റുകൊണ്ട് വിസ്മയം തീർത്ത സച്ചിൻ തെണ്ടുൽക്കറെ PSC പരീക്ഷയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് രക്ഷിതാക്കൾ നിർബന്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് സച്ചിൻ തെണ്ടുൽക്കറെ കിട്ടുമായിരുന്നു എന്നാണ് ചോദ്യം.